സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഒടുവിൽ വിലായത്തെ ഫക്കീഹ് പുറത്തു വന്നു. ഇറാന്റെ സുപ്രീം ലീഡർ അലി ഖമനേയി. ഇറാനിൽ തല മാറണമെന്ന് ഇസ്രായേലോ അമേരിക്കയോ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമായി ബോധ്യം വന്ന ശേഷം, അമേരിക്ക പങ്കെടുത്ത കനത്ത ബോംബിങ്ങിന് ശേഷം ട്രംപ് തന്നെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ ശരിക്കും വെടിനിർത്തലാണെന്നും ഇസ്രായേൽ തൽക്കാലം കനത്തതൊന്നും ചെയ്യില്ലെന്നും ഉറപ്പായ ശേഷം ഇനിയൊരു പ്രഹരം ഏറ്റുവാങ്ങാനല്ല, ഇറാന് തൽക്കാലത്തേക്കെങ്കിലും താല്പര്യമെന്ന് വ്യക്തമായും സൂചന നൽകിയ ശേഷം, അങ്ങനെ ഉണ്ടാകരുതാത്ത വിധമാണല്ലോ ഇറാൻ ഖത്തറിലെ അമേരിക്കൻ താവളം ആക്രമിച്ചതും. ട്രംപ് വിരുദ്ധ മാധ്യമങ്ങൾ പറയുന്ന ശൗര്യമൊന്നും ഇറാൻ അമേരിക്കക്കെതിരെ കാട്ടിയില്ല. ആക്രമണം നടത്തിയത് മുൻകൂർ സൂചന നൽകി ആളപായം ഒഴിവാക്കാൻ അമേരിക്കയ്ക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തുകൊണ്ട് സ്വന്തം മുഖം രക്ഷിക്കാനുള്ള ഏറ്റവും വിനീതമായ തിരിച്ചടി. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ചില വമ്പത്തങ്ങൾ വിളിച്ചു പറയുന്നു. ഇറാന് ഒന്നും പറ്റിയില്ല എന്നൊക്കെ, അതിലൊന്നും കഴമ്പില്ല. അദ്ദേഹം ഇങ്ങനെ പറയുന്നത് തന്നെ എപ്പോഴാണെന്ന് നോക്കുക. തകർക്കാൻ ഉദ്ദേശിച്ചതൊക്കെ തകർത്തു എന്ന് ഇസ്രായേൽ സംശയത്തിനിടയില്ലാത്ത വിധം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ, ആ ഉറപ്പ് അവരുടെ വാക്കിലും മുഖത്തുമെല്ലാം ലോകം വായിക്കുമ്പോൾ, ആ ഉറപ്പില്ലാതെ പിൻവാങ്ങാൻ ഇസ്രായേലിന് കഴിയില്ലെന്ന് ലോകം തന്നെ മനസ്സിലാക്കുമ്പോൾ, യുദ്ധവിജയം ആർക്കെന്ന മാധ്യമ തർക്കം ഇപ്പോഴെങ്കിലും അവസാനിച്ചോ? അതോ പശ്ചിമേഷ്യയിൽ നടന്നത് വിൻ വിൻ യുദ്ധമാണെന്ന് അവർ കരുതുന്നോ? എല്ലാ കക്ഷികൾക്കും വിജയമുള്ള യുദ്ധം. ഒരർത്ഥത്തിൽ അങ്ങനെയാണ്. ഇറാന്റെ വിജയവാദം നല്ല കാര്യം. ഹിരോഷിമ കൊടുംപാതകം പോലെ ലോകത്ത് നടക്കുന്ന പാതകം ഇറാനിൽ ചെയ്തിട്ടില്ലെന്ന് ഇതുവഴി സമ്മതിക്കുകയാണല്ലോ. പക്ഷെ എല്ലാം തകർന്നെന്നും ആണവ നിലയം തകർത്തതിന് അമേരിക്ക നഷ്ടപരിഹാരം തരണമെന്നും മറുപുറത്ത് ഇറാന്റെ വക വിചിത്ര പ്രഖ്യാപനവുമുണ്ട്. ബോംബിങ്ങിലെ നഷ്ടത്തെ പറ്റി ഇറാനും UN ഏജൻസിയും ഇസ്രായേലും പറഞ്ഞിട്ടും സംശയം തീരാത്തവരോട് ലോകം ഈ ദിനങ്ങളിൽ കണ്ടുവന്ന കാഴ്ചകൾ തീർപ്പു പറയട്ടെ. ഒരു വശത്ത് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ വിശ്വസിക്കാമെന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രം സ്വന്തം തല പുറത്തു കാട്ടിയ ഒളിവ് വാസി അലി ഖമനേയി. മറുവശത്ത് ഇറാനിലെ നേതാവിനെ ഭയപ്പെടുത്തി മാളത്തിൽ കയറ്റിയ മൊസാദും ഇസ്രായേലും. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ വിജയവിശേഷങ്ങളുമായി ജനങ്ങൾക്ക് മുമ്പിൽ തുടരെ പ്രത്യക്ഷപ്പെട്ട നെതന്യാഹുവും ട്രംപും. അവരുടെ മുഖത്തും സ്വരത്തിലും പ്രകടമായ ധൈര്യവും തൃപ്തിയും. ആണവ നിലയങ്ങളുടെ ഉച്ചിയിലൂടെ MOP ബോംബുകൾ തുളച്ചു കയറി പൊട്ടിച്ചു തകർത്തിട്ടും തങ്ങൾക്കൊന്നും സംഭവിച്ചില്ലെന്ന് ആരെ കൊണ്ടോ പറയിക്കുന്ന വിലായത്തെ ഫക്കീഹ് പുറത്തു വരുന്നത് കാണാൻ ഇറാനിലെ ജനവും ലോകവും എത്ര കാത്തു. ഇപ്പോൾ ബോധ്യമായി അദ്ദേഹം ജീവനോടെ ഉണ്ടെന്ന്. ഇറാന്റെ മിസൈലുകളെല്ലാം വീണാൽ ചാമ്പലാകാൻ മാത്രം ഭൂവലുപ്പമുള്ള ഇസ്രായേലിന്റെ നേതാക്കളും അവിടെ ജോലി ചെയ്യുന്ന മലയാളികളടക്കം ജനങ്ങളും സുരക്ഷിതരായും ആത്മവിശ്വാസത്തോടെയും ഈ ദിവസങ്ങളിൽ ലോകത്തിന് പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു. എന്നിട്ടും ജയം ഇറാന് എന്ന് അവകാശപ്പെടുന്ന ഇവിടുത്തെ ഇറാൻ ഹമാസ് പക്ഷ മോഗർമാരെ വിടാം, അവർക്കതേ പറയാനാകൂ. എന്നാൽ ട്രംപ് നാണം കെട്ടു, ട്രംപ് ഒളിച്ചോടി എന്ന് തുടങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ പുതിയ ട്രെൻഡായി ട്രംപിനെ പരിഹസിക്കൽ ഏറ്റെടുത്ത ചെറിയ യൂട്യൂബർമാരും വലിയ യൂട്യൂബർമാരും ഉണ്ട്. അവർ സൃഷ്ടിച്ചത് വിചിത്രമായ കാഴ്ച തന്നെ. അവരറിയണം, ഈ പ്രഹരങ്ങൾക്ക് ശേഷവും ഇറാനുമായി സംഭാഷണങ്ങൾക്ക് അവസരം അവശേഷിപ്പിക്കുന്ന ട്രംപിന്റെ നയവും തന്ത്രവും. ഇത്തരം ചിലരെ ബാധിച്ചിട്ടുള്ളത് ഇന്ത്യൻ വ്യക്തിപൂജ മൂത്ത് വളരെ അടുത്ത കാലത്തുണ്ടായ ട്രംപ് വിരോധം. അതിന് ചേർന്ന വിധം ഇറാൻ ഇന്ത്യയുടെ രാഷ്ട്രീയ മിത്രമാണെന്ന് ഇപ്പോൾ മാത്രം അവരിൽ ചിലരുടെ തലയിൽ മിന്നലടിച്ചതും. മറ്റു ചിലർക്കാകട്ടെ ഇന്ത്യയെ കുറിച്ചുള്ള യഥാർത്ഥ അഭിമാനബോധത്തിനും താല്പര്യത്തിനും പകരം പൊള്ളയായ പൊങ്ങച്ചവും വമ്പത്തവും. ചുരുക്കത്തിൽ ട്രംപിനെ ഭള്ളു പറയുന്നതായിരുന്നു ഇവരുടെ എല്ലാം പുത്തൻ ഫാഡ് ഹരം.
പക്ഷെ ഇറാൻ പോലും നിഷേധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ലക്ഷ്യവേദികളായ 14 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇറാന്റെ ആണവ കേന്ദ്ര സ്ഥാനങ്ങളിൽ മാത്രം വർഷിച്ച് റഡാറിനും സഹസ്രക്കണക്കിന് മിസൈലുകൾക്കും പിടികൊടുക്കാതെ അമേരിക്കൻ B-2 ബോംബറുകൾ സ്വരാജ്യത്തെ മിസൂറി താവളത്തിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. അമേരിക്ക അപ്രതീക്ഷിതമായ വിധം ഇസ്രയേലിന് വേണ്ടി അത് ചെയ്തു. ഇറാനെ ആക്രമിക്കാൻ ട്രംപ് ഇനിയും ജനിക്കണം എന്നതടക്കം ജൽപ്പനം നടത്തിയവർക്ക് മിണ്ടാട്ടം മുട്ടിച്ച അമേരിക്കൻ മേൽക്കോയ്മ വീണ്ടും തെളിയിക്കുന്ന വ്യോമാക്രമണമാണ് ലോകം കണ്ടത്. ഇസ്രയേലിന് ഉന്നം വെച്ച് പടുത്ത ആണവ നിലയങ്ങൾ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് തകർത്തു. ഇതൊക്കെ ട്രംപും ഇസ്രയേലും US മിത്രങ്ങളായ പശ്ചിമേഷ്യൻ ഇസ്ലാമിക രാജ്യങ്ങളും ഒരുപോലെ സ്വീകരിച്ച തിരക്കഥയാണെന്ന കാര്യവും വെടിനിർത്തലിൽ ഖത്തറിന്റെ പങ്കുമൊക്കെ പരിഹാസകർക്ക് മനസ്സിലാകാതെ പോയോ? ഇറാനെ ആക്രമിക്കാൻ പശ്ചിമേഷ്യയിലെ താവളം ഉപയോഗിക്കുകയോ അവരെ ഏതെങ്കിലും വിധത്തിൽ പങ്കാളിയാക്കുകയോ ചെയ്യാതെ അവരുടെ സുരക്ഷിതത്വം കാക്കുവാനും ഇറാന് സൂചന കിട്ടാതിരിക്കാനും വേണ്ടി ട്രംപ് മിസൂറിയിൽ നിന്നാണ് B-2 ബോംബറുകൾ പറപ്പിച്ചത്. എന്നിട്ടും മുഖം കാക്കാൻ ഇറാനോട് അടുത്ത ബന്ധമുള്ള മുസ്ലിം രാജ്യമായ ഖത്തറിലെ താവളത്തിൽ ഇറാൻ ശൗര്യം പുറത്തെടുക്കാത്ത ആക്രമണം മാത്രം നടത്തി. മുൻകൂർ സംഘർഷ വർധന ഉണ്ടാക്കാൻ ആർക്കും അവസരം നൽകാത്ത വിധത്തിലാണ് ഇറാന് അമേരിക്ക പ്രഹരം നൽകിയത്. അതിനുള്ള ബാഹ്യ ന്യായം ട്രംപ് തന്നെ അതിനകം സൃഷ്ടിച്ചു. ഇറാൻ അന്താരാഷ്ട്ര ആണവ നിയന്ത്രണ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് മറ്റാർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം ഇസ്രയേലിനെ ട്രംപ് ചതിച്ചെന്ന് ഇക്കൂട്ടർ പറയാൻ പാകത്തിലും ട്രംപ് നിഷ്ക്രിയത്വം നടിച്ചു. അതുവഴി സർവരെയും തന്ത്രപൂർവം കബളിപ്പിക്കുകയും ചെയ്ത ട്രംപ് പൊടുന്നനെ ഇസ്രയേലിന് വേണ്ടി B-2 ബോംബർ വിമാനങ്ങൾ അയച്ച് ശരവേഗത്തിൽ ആക്രമണം നടത്തി. ഇതൊക്കെ ഇസ്രയേലും അമേരിക്കയും മുൻകൂർ നിശ്ചയിച്ച പദ്ധതിയോ എന്ന് സംശയിക്കാൻ പോലും കഴിയാത്തവർ പരിഹാസം തുടരട്ടെ. ഇറാന്റെ ആണവ പരിപാടി ആകെ തുടച്ചു നീക്കപ്പെട്ടു എന്ന് ഇസ്രയേലും കരുതുന്നില്ല. എങ്കിലും തങ്ങൾക്കുള്ള മരണശിക്ഷാ വിധിയും ബ്ലാക്ക് വാറന്റും എന്ന സ്വരൂപമായി ആണവായുധധാരിയായ ഇറാൻ എന്ന നുക് ഇറാൻ ഇല്ല എന്ന് അവർ ഉറപ്പാക്കി. അതിന്റെ കൃത്യമായ വിവരം ഇറാനിലാകെ വിഹരിക്കുന്ന ചാരന്മാർ ഇസ്രയേലിനെ ധരിപ്പിക്കുന്നുമുണ്ട്. നദാൻസിനോട് ചേർന്ന് പുതുതായി ഇറാൻ നിർമ്മിച്ച പക്കാക്കസ് മല എന്ന ആണവ നിലയം ഭാവിയിൽ ഇസ്രയേലിന് തലവേദന തന്നെയാകാം. പക്ഷേ ആണവ ബോംബ് ഇപ്പോൾ പൊട്ടിക്കുമെന്ന ഭീഷണിയുമായി തൽക്കാലം ഇറാൻ വരില്ലെന്ന ധൈര്യം ഇസ്രയേലിനുണ്ട്. ഇറാനിലെ 700ഓളം ഇസ്രയേലി ചാരന്മാരെ പിടികൂടി എന്ന് പറയുമ്പോൾ അറിയാം എത്രയേറെ പേർ ഇസ്രയേലിനെ സഹായിക്കാനും ഇസ്രയേലിന് വിവരം നൽകുവാനും അവിടെ ഉണ്ടെന്ന്. ഖമനേയി പതുങ്ങിയതിന്റെ കാരണം താനിരിക്കുന്ന പീഠത്തിന് കീഴിൽ ഇസ്രയേലിന്റെ എന്തു കെണിയാകാമെന്ന ആശങ്കയല്ലാതെ മറ്റെന്താണ്? ബോംബാക്രമണത്തോടെ ഇറാനിലെ തല മാറ്റുകയല്ല, ആണവ പദ്ധതി തകർക്കുക മാത്രമാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് ബോധ്യപ്പെട്ട ഖമനേയിക്ക് ഇപ്പോൾ സ്വതന്ത്രമായി പുറത്തു വരാവുന്ന അന്തരീക്ഷം മതി. അതുകൊണ്ട് തന്നെയാണ് സമാധാനം ആഗ്രഹിക്കുന്നു എന്ന സൂചന പോലെ മുഖം രക്ഷിക്കാൻ അമേരിക്കയെ നോവിക്കാത്ത തിരിച്ചടി മാത്രം നൽകിയത്. മുൻവിധിയോടെ പലരും ട്രംപിനെ പഴിക്കുന്നെങ്കിലും ട്രംപ് യഥാർത്ഥത്തിൽ സംഘർഷവർദ്ധകനല്ല. വാർ ഹീറോ ആകാനല്ല ട്രംപിന്റെ താല്പര്യം. അതാണ് ചരിത്രം. സംശയിക്കേണ്ട, ട്രംപിന് പശ്ചിമേഷ്യയിൽ വിശാലമായ വാണിജ്യ ലക്ഷ്യങ്ങൾ ഉണ്ട്. തങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇറാൻ ആണവശക്തിയായി മാറുവാനോ പശ്ചിമേഷ്യൻ മേധാവിത്വം കൈക്കലാക്കാനോ ട്രംപും ഇസ്രയേലും സമ്മതിക്കില്ല. ഇറാൻ ഭീകരരെ പോറ്റുന്ന പഴയ പണി ഉപേക്ഷിച്ചെന്നോ യുദ്ധം അവസാനിച്ചെന്നോ പറയാറായിട്ടില്ല. ഇസ്രയേലിനോടുള്ള വിദ്വേഷം എന്ന് ഇറാൻ ഉപേക്ഷിക്കുന്നുവോ അന്നേ അങ്ങനെ പറയാൻ കഴിയൂ. അന്ന് ലോകത്ത് തന്നെ നിരവധി പ്രശ്നങ്ങളുടെ അന്ത്യത്തിന് ആരംഭമാകും. ഇറാനിലെ ഭരണമാറ്റ സാഹസം അമേരിക്ക ഏറ്റെടുത്തില്ല. പക്ഷേ അത് എന്നേക്കുമുള്ള പഴങ്കഥയായി തള്ളിക്കളഞ്ഞു എന്ന് കരുതാൻ ഖമനേയിക്കും കഴിയുന്നുണ്ടാവില്ല. കേരള സമൂഹം ഗ്രഹിച്ചാൽ നന്ന്. അബ്ദുൽ കലാം ഒറ്റയ്ക്കല്ല, സംഭവിച്ചത് ഒരിക്കലല്ല,
ആദ്യം അയാൾക്ക് അറിയേണ്ടിയിരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനു കീഴിലെ ക്രൈസ്തവ ജീവനക്കാരുടെ ഇൻകം ടാക്സ് സംബന്ധിച്ച വിവരങ്ങൾ. ഇപ്പോൾ അറിയേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ക്രൈസ്തവ വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും എണ്ണവും ഇൻകം ടാക്സ് വിശേഷങ്ങളും. ഇയാൾ ആര്? പ്യൂ റിസർച്ച് സെന്ററോ എന്ന് തമാശയാക്കേണ്ട. ഒരിക്കലെങ്കിൽ കേവല സംഭവം, 2 തവണയെങ്കിൽ യാദൃശ്ചികം, 3 തവണയെങ്കിൽ ശത്രുവിന്റെ പണി. ഇയാൻ ഫ്ലെമിങ്ങിന്റെ വാക്കുകളാണെങ്കിലും കേരളത്തിലെ ക്രൈസ്തവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണിത്. KCBCയുടെ മുന്നറിയിപ്പും ക്രൈസ്തവ സമൂഹത്തിന്റെ ജാഗ്രത ആവശ്യപ്പെടുന്നു. അബ്ദുൽ കലാമിന്റെ നടപടി സാധാരണ ജിജ്ഞാസ നിമിത്തമെന്ന് ബോധ്യമാകുന്നില്ല. ക്രൈസ്തവ ജീവനക്കാരെയും അധ്യാപകരെയും മാത്രം സംബന്ധിച്ച ഇൻകം ടാക്സ് വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കം പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനുമല്ലല്ലോ. ആദ്യത്തെ പ്രവൃത്തിക്കെതിരെ സർക്കാർ നടപടിയെടുത്തു തുടങ്ങിയതിനു ശേഷം മതിയായ വീണ്ടു വിചാരത്തിന് അവസരം ലഭിച്ച ശേഷം അതേ പ്രവൃത്തി ആവർത്തിക്കുന്നത് യാദൃശ്ചികമെന്ന് കരുതാൻ തീരെ നിവൃത്തിയില്ല. നേരത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ക്രൈസ്തവ ജീവനക്കാരെയാണ് അയാൾ ഉന്നം വെച്ചതെങ്കിൽ ഇപ്പോൾ അയാളുടെ ക്രോസ് ഹയേഴ്സ് ഉന്നവലയം ക്രൈസ്തവ വൈദിക സന്യസ്ത നേതൃത്വത്തിന് നേർക്കാണ്. അബ്ദുൽ കലാമിന്റെ ആദ്യ ആവശ്യം നിറവേറ്റാൻ പണിയെടുത്ത 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും അബ്ദുൽ കലാമിനെതിരെ മതസ്പർദ്ധ നീക്കത്തിന് DGPക്ക് പരാതി നൽകണമെന്ന് ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകുവാനും മന്ത്രി ശിവൻകുട്ടി ഇടപെട്ടു എന്നത് ജാഗ്രതയുടെ നീക്കം. എന്തിനു വേണ്ടിയാണ് കോഴിക്കോട് കാരന്തൂർ സ്വദേശി ഈ ഉദ്യമം നടത്തുന്നത്? എന്തിനാണ് അത് നിറവേറ്റാൻ ചില ഉദ്യോഗസ്ഥർക്ക് താല്പര്യവും തിടുക്കവും? ഇത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന നടപടി എന്നല്ല, മതസ്പർദ്ധയുള്ള ചിലരുടെ നടപടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ പേരിൽ തങ്ങളുടെ മതത്തിലുള്ളവരുടെ മുഴുവൻ മേൽ മറ്റുള്ളവർ മതസ്പർദ്ധ ആരോപിക്കണം എന്നത് ഇക്കൂട്ടരുടെ രഹസ്യലാക്കാകാം. അങ്ങനെ വന്നാൽ സമുദായത്തെ മുഴുവൻ മറ്റുള്ളവർക്കെതിരെയാക്കി തങ്ങളുടെ ദുഷ്ടലക്ഷ്യങ്ങൾക്ക് പിന്നിൽ ഒന്നിപ്പിച്ചു നിർത്താനുള്ള കുതന്ത്രം. സമൂഹം അതിൽ പെട്ടുപോകാൻ പാടില്ല. ഒരു മതക്കാരിൽ മുഴുവൻ കുറ്റമാരോപിക്കുന്ന അതിക്രമം കേരള സമൂഹം അംഗീകരിക്കുന്നില്ല. ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത ആവശ്യമുണ്ട്. പക്ഷേ പ്രധാന കാര്യം, ഇത് കേവലം മതസ്പർദ്ധയുടെ ഒറ്റയാൻ നടപടിയായ ചിത്രീകരിച്ചു ലഘൂകരിക്കാൻ ശ്രമിക്കുന്നതിലെ അബദ്ധമാണ്. ക്രൈസ്തവർക്കെതിരെ വലിയ പ്രചാരണം കൊഴുപ്പിക്കാനുള്ള പ്രവണത അടുത്ത നാളിൽ പ്രകടമായിട്ടുണ്ട്. അത്തരം ഒരു ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണ് ഇൻകം ടാക്സ് വിവരശേഖരണമെന്ന് സംശയിക്കാനെങ്കിലും കഴിയുന്നില്ലെങ്കിൽ ക്രൈസ്തവർ അതിജീവനത്തിന് പ്രാപ്തരല്ലെന്നു വരും. ക്രൈസ്തവർ നികുതി കൊടുക്കാത്തവരും സർവസമ്പത്തും കൈക്കലാക്കിയവരും ഇതര സമുദായങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരാതെ ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്ന് ഔദാര്യങ്ങൾ കൈപ്പറ്റിയവരുമാണെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ മഹത്തായ കർമ്മം ചെയ്തത് തങ്ങളുടെ സമുദായക്കാർ മാത്രമാണെന്നും ചിലർ നടത്തുന്ന പുത്തൻ പ്രചാരണം വെറുതെയല്ല. സ്വാതന്ത്ര്യലബ്ധിയുടെ ശതാബ്ദി വർഷത്തിൽ 2047 ഇന്ത്യയെ തങ്ങളുടെ മതരാഷ്ട്രമാക്കുമെന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞുകൂടുന്നവരുടെ ആയുധ പ്രയോഗമാണത്. ഇന്ത്യൻ ഖിലാഫത്ത് എന്ന ലക്ഷ്യത്തിന്റെ എതിർവശത്ത് നിൽക്കുന്ന പൊതുസമൂഹത്തെ ഭിന്നിപ്പിച്ച് ദുർബലമാക്കാൻ, അതിനുവേണ്ടി ക്രൈസ്തവ സമൂഹത്തെ ഭൂരിപക്ഷ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് ദുർബലമാക്കാനുള്ള കുതന്ത്രം ചിലർ പ്രയോഗിച്ചു തുടങ്ങിയത് ഈ സമീപ വർഷങ്ങളിലാണ്. ന്യൂനപക്ഷം എന്ന പൊതു ബാനറിൽ തങ്ങൾക്കൊപ്പം ക്രൈസ്തവർ നിൽക്കുന്നില്ല എന്ന് തോന്നിയത് മുതലുള്ള പ്രതികാര വൃത്തി, ക്രൈസ്തവ യുവതിയെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ വഴിതെറ്റിച്ച് കെണിയിലാക്കുന്നവർക്കെതിരെ ക്രൈസ്തവ നേതൃത്വം പരസ്യമായി പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് തങ്ങൾക്ക് തന്നെയാണ് കൊള്ളുന്നതെന്ന് അറിഞ്ഞത് മുതലുള്ള പ്രതികാരം, മതവാദികളുടെ ക്രൈസ്തവ വിരുദ്ധ ക്രിസ്തു വിരുദ്ധ തർക്കങ്ങൾക്കെതിരെ ക്രൈസ്തവർ ജാഗ്രത പാലിക്കുകയും ന്യൂനപക്ഷ മൈത്രി ക്രൈസ്തവ സമൂഹത്തെ തകർക്കാൻ ചിലർ ഉപകരണമാക്കിയപ്പോൾ ചെറുക്കുകയും ചെയ്തതിനോടുള്ള പക,
ന്യൂനപക്ഷം എന്ന പേരിൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം തങ്ങളുടെ ഗണത്തിലെ ചിലർ കൈയടക്കി വെക്കുന്നു എന്ന് സമൂഹം മുറവിളി കൂട്ടാൻ ക്രൈസ്തവരുടെ എതിർപ്പ് കാരണമായതിലുള്ള വിദ്വേഷം, സ്വന്തം മതാക്രാന്തം തങ്ങൾക്ക് വിനയായതിലുള്ള ചിലരുടെ ക്രോധം, 2047 സ്വപ്നം നിറവേറ്റാൻ പണവും പ്രേരണയും നൽകുന്ന ബാഹ്യ ദുഷ്ടശക്തികളുടെ സമ്മർദ്ദവും പ്രലോഭനവും തീവ്രവാദവൽക്കരണവും, ഇതെല്ലാം ഉൾച്ചേർന്ന പദ്ധതിയുടെ ഒരുക്കം കൂട്ടലാണ് ക്രൈസ്തവ വൈദികരും സന്യസ്തരും ആദായ നികുതി വെട്ടിച്ചു കഴിഞ്ഞുകൂടുന്നെന്ന് പ്രചരിപ്പിക്കാൻ ഡാറ്റ തേടിയ പ്രവൃത്തി. ഉപരിതലത്തിൽ ഈ കണ്ണികൾ തമ്മിൽ ബന്ധം കണ്ടില്ലെന്ന് കരുതി വഞ്ചിക്കപ്പെടാൻ പാടില്ല. വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ആദായ നികുതി ഒഴിവിന് അർഹതയില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച ഉടൻ പല ഓൺലൈൻ മാധ്യമങ്ങളിലും പ്രത്യേക ന്യൂനപക്ഷക്കാർ വൈദികരെയും കന്യാസ്ത്രീകളെയും നികുതി വെട്ടിപ്പുകാർ എന്ന് ചിത്രീകരിക്കാൻ കമന്റുകളുടെ രൂപത്തിൽ വ്യാപകമായ പ്രചാരണം തുടങ്ങി. അതിനു മുമ്പ് തന്നെ രാജ്യത്തെ കരഭാഗത്തിന്റെ ഏറിയ പങ്കും ക്രൈസ്തവർ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന വിദ്വേഷഭരിതമായ അസത്യത്തിന് വ്യാപക പ്രചാരണം കൊടുക്കാൻ മതപോരാളികൾ രംഗത്ത് വന്നു. ആധ്യാത്മിക നേതൃത്വം ഉൾപ്പെടെ ക്രൈസ്തവർ രാജ്യദ്രോഹികളും നികുതി വെട്ടിപ്പുകാരും ചൂഷകരുമാണെന്ന വിദുഷ്ട ചിന്തയും പൊതുബോധവും ഉൽപ്പാദിപ്പിക്കാൻ ക്രൈസ്തവർ തങ്ങൾക്കൊപ്പമല്ലെന്ന് തീവ്ര സംഘത്തിന് തോന്നിയതു മുതൽ ഭൂരിപക്ഷ സമൂഹത്തിന് മുന്നിൽ ബെടക്കാക്കാൻ സമൂഹ മാധ്യമ അവതരണങ്ങളും കമന്റുകളും കോറ ഓൺലൈൻ ചോദ്യോത്തരവേദിയിലെ നിശബ്ദ പ്രചരണങ്ങളും വരെ നിരന്തരം ഉപയോഗിക്കപ്പെടുന്നു. കോറ വേദിയിൽ ഗ്രീൻ ഇന്ത്യ എന്ന വിലാസ വ്യക്തിയോ സംഘമോ അടുത്ത കാലത്ത് ക്രൈസ്തവ സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ച് അപ്ലോഡ് ചെയ്ത ദുഷിച്ച നീണ്ട കുറിപ്പുകൾ മതി ഇക്കൂട്ടരുടെ വിദ്വേഷം എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്നും ഏതറ്റം വരെ അവർ പോകുമെന്നും തിരിച്ചറിയാൻ. ഇതവർ നിരന്തര യത്നമായി ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ക്രൈസ്തവർ ജാഗ്രതയോടെ കാണേണ്ടുന്ന വസ്തുത. അതിന് കാരണം 2047 സ്വപ്നം അവർ പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ തുറന്ന് കാട്ടപ്പെടാനും മതഭീകര സംഘം നിരോധിക്കപ്പെടാനും അവരുടെ കുതിഞരമ്പിന് ആഘാതമേൽക്കാനും ഇടവന്നു എന്നതിലുള്ള പൈശാചിക പക. ഇതൊന്നും തങ്ങൾക്കറിയില്ലെന്ന് ഇടതുപക്ഷമോ വലതുപക്ഷമോ ഭാവിക്കരുത്. രേഖയിലുള്ള വസ്തുത മാത്രം അറിയാനേ സർക്കാരിന് ബാധ്യതയുള്ളൂ. പക്ഷേ രാഷ്ട്രീയ കൗശലങ്ങളുടെ സാമ്രാട്ടുകൾ ഇതൊന്നും ഞങ്ങൾക്കറിയില്ലേ എന്ന കപട നിഷ്കളങ്കത അവകാശപ്പെടേണ്ട. വസ്തുത ചൂണ്ടിക്കാട്ടുമ്പോഴെങ്കിലും അബ്ദുൽ കലാമുമാരെ സേവിക്കാൻ തിടുക്കം കാട്ടുന്ന ഉദ്യോഗസ്ഥരെ കർശനമായി നിയന്ത്രിക്കാൻ സർക്കാരിനെ നയിക്കുന്നവർക്ക് കഴിയണം. അബ്ദുൽ കലാമുമാരിൽ നിന്ന് അകലം പാലിക്കാൻ സമുദായ പൊതുഗണത്തിനും ഇല്ലാഞ്ഞാൽ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ നൽകുന്ന സ്വാതന്ത്ര്യവും സൗകര്യവും അവർക്ക് പഴയ ഓർമ്മയാകും. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.